ഹലോ നമസ്കാരം. ഇത് നമ്മുടെ ഏദൻ തോട്ടം ചിത്ര ഹോസ്പിറ്റലിന് സമീപം പ്രൈമാർട്ടിന് തൊട്ട് അടുത്താണ് നമ്മുടെ ഏദൻ തോട്ടം എന്ന് പറയുന്ന നമ്മുടെ ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ നമ്മുടെ ഏദൻ തോട്ടം പന്തളത്ത് നിന്ന് വരുന്നവർക്കായാലും നമ്മുടെ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്ന ആൾക്കാർക്കായാലും അടൂരിൽ നിന്ന് വരുന്നവർക്കായാലും എല്ലാവർക്കും നമുക്ക് പിന്നെ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി വണ്ടിയൊക്കെ സൈഡിൽ ഒതുക്കിയിട്ടിട്ട് നമുക്ക് ഇഷ്ടം പോലെ ചെടികൾ മേടിക്കാം. ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ നല്ല സൂപ്പർ പ്ലാന്റുകൾ, താമരകൾ, ഇത് നോക്കിക്കേ കണ്ടോ, ഇതെല്ലാം റോസകളാണ്. നല്ല വെറൈറ്റി കളറോട് കൂടിയിട്ടുള്ള റോസകൾ, പിന്നെ താമരകൾ, അതുപോലെ തന്നെ ഇതേ നോക്കിക്കേ ഇപ്പോഴത്തെ പിന്നെ നമ്മുടെ ജറബറ പ്ലാന്റ് കണ്ടേ, ഒരു പ്ലാന്റിന് 80 രൂപ പ്രൈസിലാണ് നമ്മളിവിടെ ജറബറ പ്ലാന്റ് കൊടുക്കുന്നത്. ഈ പ്ലാന്റുകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ മണ്ണൊക്കെ മാറ്റിയിട്ട് പുതിയ റീപ്പോർട്ടിലേക്ക് വെക്കുകയാണെങ്കിലുണ്ടല്ലോ, റീപ്പോർട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് അടുത്ത മുട്ട് വന്നിട്ട് ഇതേ പോണക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ നോക്കാണ്ട് വരും, ഉണ്ടാകുന്നതാണ്. ഇത് വേണ്ടേ, ഇതാണ് സൺഡേ വേണ്ടേ, ടുഡേ ടുമാറോ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റോസ എല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ കേട്ടോ. പിച്ചിയുണ്ട്, അതുപോലെ ജമന്തി കണ്ടോ, പല വെറൈറ്റീസിലുള്ള ജമന്തി. നല്ല റെഡ്, അതായത് നല്ല സൂപ്പർ റെഡ്, നല്ല മെറൂണ്, മഞ്ഞ, വൈറ്റ്, ഇതേ കണ്ടോ, ഇതെല്ലാം ഓരോരോ ഭംഗി, എന്ത് ഭംഗിയാണെന്ന് നോക്കി, ഇഷ്ടം പോലെ പൂക്കളോടുകൂടി. ഇത് കൊണ്ടുപോകുന്നവർ ഓർക്കുക, ഇത് സീസൺ പ്ലാന്റ് ആണ്. പൂ കഴിയുന്നതിനനുസരിച്ച് നമ്മൾ അത് കട്ട് ചെയ്ത് വിട്ട് എംസം സാൾട്ട് വിട്ട് നമ്മൾ അതിന് ചെറുതായിട്ട് മണ്ണ് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ എത്തുപൊട്ടി അടുത്ത പൂക്കൾ നമുക്ക് വരാനെ കൊണ്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ചന്ദനത്തിന് തയ്യ് കണ്ടോ, പെൻറ്റാസുകൾ കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിറങ്ങിയിട്ടാണ് ഗ്ലാഡിയോലസ് കണ്ടോ, ഗ്ലാഡിയോലസിൻ്റെ നല്ല റെഡ് കണ്ടോ, നല്ല റെഡ്, ഇതാണ് മെറൂണ്, അതുപോലെ തന്നെ ഓറഞ്ചിനകത്ത് മഞ്ഞ, ഇതേ കണ്ടോ. അതുപോലെ തന്നെ ഇതൊക്കെ നട്ട് കൊണ്ടുപോകുന്നവർ അതിൻ്റെ സൈഡിലൊരു കമ്പ് നാട്ടുക, ആ കമ്പയിലിട്ട് ആ മുട്ട് പിടിച്ച് കെട്ടി വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് വിരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ മിനിയേച്ചർ ഡാലിയ കണ്ടോ, ഇതെല്ലാം സൂപ്പർ ഡാലിയകളാണ് കണ്ടോ. സീനിയ കണ്ടോ, മിനിയേച്ചറിൻ്റെ സീനിയ സൂപ്പറാണ്, പെട്ടെന്നൊന്നും പോകത്തില്ല. അധികം കൂടുതൽ വെള്ളം ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുത്താൽ മതി. അത് ഓക്കെ. ഇതിങ്ങനെ നമ്മുടെ നമ്മുടെ ഇഷ്ടം പോലെ സെറാമിക് പോട്ടിരിക്കുന്ന കേട്ടോ, ഇഷ്ടം പോലെ പോട്ടുകളുണ്ട്. നമുക്ക് ആവശ്യാനുസരണം സിറ്റ് ഔട്ടിൽ, ഹാളിൽ, ഡൈനിങ് റൂമിൽ ഒക്കെ വെക്കാൻ പറ്റുന്ന സൈസിലുള്ള നല്ല സൂപ്പർ സെറാമിക് പോട്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും വലുത് തൊട്ട് ഏറ്റവും തീരെ ചെറുത് വരെയുണ്ട്. ഓക്കെ, ദേ നമ്മുടെ ലോകസുന്ദരി കമേലിയ നിൽക്കുന്നുണ്ടോ, നിറച്ച് മുട്ടായിട്ട് നിൽക്കുന്നുണ്ടോ കമേലിയ. ഈ കമേലിയ അങ്ങോട്ട് പൂത്ത് കഴിയുമ്പോൾ എന്താണെന്നറിയാമോ രസം, ഒരു ഫുള്ളാണ് നോക്കണ്ടോ, അത് ഫുള്ള് മുട്ടാണ് കമേലിയ. ഈ കമേലിയ മുട്ടും പെട്ടെന്നൊന്നും പൊഴിഞ്ഞു പോകുന്നതല്ല കമേലിയയുടെ. അതുപോലെ തന്നെ ഇതിന് ചെറിയ വെയിലും ചെറിയൊരു ഷെയ്ഡ് തണുപ്പും, ചെറിയ ഷെയ്ഡ് വെയിലും നല്ല തണുപ്പും ഉള്ളിടത്താണെങ്കിൽ കമേലിയ നല്ലതായിട്ട് ഗ്രോത്തായിട്ട് വളരുകയും ചെയ്യും. ഇതുപോലെ മുട്ടുകളാകും കണ്ടോ, ഇതെല്ലാം അങ്ങോട്ട് പൂക്കുമ്പോൾ മരം പോലെ നല്ല സൂപ്പറായിരിക്കും കാണാൻ. അതുപോലെ തന്നെ ചൈനാഡോൾ കണ്ടോ, ചൈനാഡോൾ നിൽക്കുന്നുണ്ടോ, ഇഷ്ടം പോലെ ചൈനാഡോളുകൾ. അതായത് ഇത് ഇൻഡോറാണ്, നമുക്ക് ഗ്രൗണ്ട് സൈഡിൽ ഒക്കെ വെക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ കമേലിയ പൂത്ത് നിൽക്കുന്നുണ്ടോ, റെഡ് കമേലിയ പൂത്തതാണിത്. ഓക്കെ, ഈ പൂവിൻ്റെ വലിപ്പം കണ്ടോ, ഈ മുട്ടുകളെല്ലാം വിരിയാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ചെടികൾ ഇരിപ്പുണ്ട്. ലില്ലി, അതുപോലെ തന്നെ ഡെൻഡ്രോബിയ ഓർക്കിഡുകൾ, നമ്മുടെ പിന്നെ പ്ലാവിൻ്റെ തൈകൾ ആവശ്യാനുസരണം ഇഷ്ടം പോലെ ആൾക്കാർ നമുക്ക് വരാം. ഇവിടെ 4 റോസ 100 രൂപയ്ക്ക് കണ്ടോ, 4 റോസ 100 രൂപയ്ക്ക് കുറേ പോയിട്ടുണ്ട്, ബാലൻസ് ബാക്കിയുള്ളൂ. ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് വരിക. ഓക്കെ, ഇത് നമ്മുടെ യുജീനിയ പ്ലാന്റ് നല്ലതായിട്ട് ഇങ്ങനെ ഗ്രോത്തായിട്ട് പോകുന്നത് കട്ട് ചെയ്തിട്ട്
എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക് മിക്സ് ചെയ്തിട്ട് സൈഡിലിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല വെയിലത്തേക്ക് മാറ്റി വെച്ച് നല്ല തണുപ്പ് വരാറാകുമ്പോൾ പിന്നെ നമ്മുടെ DAP രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് വിതച്ചിട്ട് കൊടുക്കാതെ നല്ല റെഡ് കളറിലെ ഇല വരുന്നതാണ് യുജീനിയ. ഓക്കെ, എല്ലാം അതുപോലെ തന്നെ നമ്മുടെ മുളക് വിത്തുകൾ, വെണ്ട, പയർ അങ്ങനെയുള്ളതിൻ്റെ എല്ലാം വിത്തുകളൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, പിന്നെ നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ കലാത്തിയ ലൂട്ടിനയുടെ വലിയ പ്ലാന്റ് ഉണ്ട്. കലാത്തിയ ലൂട്ടിനയുടെ വലിയ പ്ലാന്റ് ഇതേ കണ്ടോ, വലിയ പ്ലാന്റ് നമുക്കിരിപ്പുണ്ട്. ഇത് നമുക്ക് പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡുകളിലൊക്കെ ഇങ്ങനെ മതിലിൻ്റെ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന കലാത്തിയുടെ വലിയ പ്ലാന്റാണ് കലാത്തിയ ലൂട്ടിയ. ഓക്കെ, പിന്നെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഓർക്കിഡുകളാണ്. ഓർക്കിഡ് സെക്ഷനാണ്. ഓർക്കിഡ് സെക്ഷൻ ഇപ്പോൾ ഓർക്കിഡ് വന്നതെല്ലാം ഒരുമാതിരി തീർന്നിരിക്കുന്നു. ഫെനലോസിസും ഒക്കെ ഇനി ഒരു 2-3 പ്ലാന്റ് കൂടിയേ ഉള്ളൂ. ബാക്കി പ്ലാന്റുകളെല്ലാം നമ്മുടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടയിലേക്ക് വന്ന് പ്ലാന്റ് എടുത്തിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനിയുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഡെൻഡ്രോബിയം മാത്രമേ ഉള്ളൂ നമുക്ക് കളക്ഷനായിട്ട് ഇരിക്കുന്ന പോർഷനിൽ. കുറച്ച് ഡെൻഡ്രോബിയം മാത്രമേ ഉള്ളൂ. ആ ഡെൻഡ്രോബിയത്തിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഡെൻഡ്രോബിയത്തിനകത്ത് തന്നെ നല്ല മഞ്ഞയ്ക്കകത്തിൽ കണ്ടോ മെറൂൺ കളറുണ്ട്. പിന്നെ ഇത് അതിൻ്റെ വേറൊരു കളറാണ്. ഇത് ആ റെഡ് അത്ര വലിയ മെറൂൺ ഇല്ലാതെ ലൈറ്റായിട്ട് പോകുന്നതാണ്. അങ്ങനെ വെറൈറ്റീസായിട്ട് ഇതിപ്പോൾ അതിനകത്ത് മജന്ത കളറിൽ സ്പ്രെഡായി പോയിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് കുറച്ച് ഡെൻഡ്രോബിയങ്ങൾ കുറച്ച് ഇരിപ്പുള്ളൂ. ബാക്കിയെല്ലാം സെയിലായിട്ടുണ്ട്. അടുത്ത ആഴ്ച നമ്മുടെ പുതിയ ലോഡ് വരികയാണ്. ഫെനലോസിസ് പിന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ എല്ലാം പിന്നെ പുതിയ നമ്മുടെ ലോഡ് വരുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഫെനലോസിസ് ഓർക്കിഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലേക്ക് പോരുക. ഓക്കെ, റോസകളൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ റോസകൾ. ഇത് നോക്കി, ചെമ്പരത്തി ഇപ്പോൾ ഉള്ളത് ഒരു 3 കളർ പൂവാണ്. അത് ഒരേ കളറിലെയാണ് 3 സൈസിലെ പൂ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ ഇരിക്കുന്നതെല്ലാം നമ്മുടെ റോസകളാണ്. ചെമ്പരത്തി, താമരയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആവശ്യാനുസരണം എല്ലാവരും വരിക. ഓക്കെ, ഇഷ്ടംപോലെ നമ്മുടെ യുജീനിയയുടെ റെഡാണ് ഇത്. യുജീനിയ പ്ലാന്റ് റെഡ്. ഇതിൻ്റെ നല്ല മെറൂൺ കളറായിരിക്കും അതിൻ്റെ ഇല. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഏദൻതോട്ടത്തിലെ പ്ലാന്റുകളെല്ലാം. നല്ല ഹെൽത്ത് പ്ലാന്റുകളാണ്. ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് വരിക. ഏദൻതോട്ടത്തിലേക്ക് വിത്തുകളൊക്കെ ആവശ്യത്തിന് ഇരിപ്പുണ്ട്. പയർ, ചീര, വെണ്ട, വഴുതന അങ്ങനെയുള്ളതിൻ്റെ വിത്തുകളെല്ലാം ഉണ്ട്. ആവശ്യാനുസരണം ആർക്കെങ്കിലും കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഏദൻതോട്ടത്തിലേക്ക് വരിക. പച്ചക്കറിയുടെ പാക്കറ്റ് തന്നെയുണ്ട് ഇവിടെ നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, പീസ് ലില്ലി ഇരിപ്പുണ്ട്. ഇതൊരു പിന്നെ വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവറാണ് ഇത് കണ്ടോ, വവ്വാലിൻ്റെ കൂടി ഇരിക്കും. കണ്ടോ, അത് ഒരു ചെറിയ ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ് ആണേ. നല്ല പ്ലാന്റ് ആണ്. ഗ്രൗണ്ട് ഓർക്കിഡ് മഞ്ഞയുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഏദൻതോട്ടത്തിലേക്ക് എത്രയും പെട്ടെന്ന് വരിക. പോട്ടൊക്കെ ഇരിപ്പുണ്ട്. ആവശ്യത്തിന് ഇഷ്ടം പോലെ പോട്ടുകൾ, വളങ്ങൾ എല്ലാം നമ്മുടെ ആവശ്യാനുസരണം ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ ചുരുക്കുകയാണേ. ഓക്കെ, ബായ്.